ഞായറാഴ്ച രാത്രിയാണ് PhD ഹിന്ദി വിദ്യാർത്ഥിനി സോഷിമയ്ക്ക് കോഴിക്കോട് സർവകലാശാലയുടെ വനിതാ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് പാമ്പ് കടിയേറ്റത്. തുടർന്ന് സോഷിമയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിനിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കോളേജ് അധികൃതർ അന്വേഷിക്കുക പോലും ചെയ്തില്ല. ഇതിൽ പ്രതിഷേധിച്ച് 500-ലധികം വരുന്ന വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിന് മുന്നിൽ 3 മണിക്കൂറിലധികം കുത്തിയിരിപ്പ് സമരം നടത്തി. കുത്തിയിരിപ്പ് സമരത്തോടും അധികൃതർ നിസ്സംഗ സമീപനം തുടർന്നതോടെ രാത്രി 9 മണിക്ക് ശേഷം പ്രോ വൈസ് ചാൻസലർ രവീന്ദ്രനാഥിന്റെ വീട് ഉപരോധിച്ചു. അവസാനത്തെ ഒരു ആയുധം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം നിലവിൽ ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളുടെ ശല്യം വളരെ, അതായത് ഈ അടുത്ത് വരെ മൂർഖം പാമ്പിനെ പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പെരുമാമിനെ കണ്ടിട്ട് കൃത്യമായി നമ്മൾ സെക്യൂരിറ്റിനോട് പറയുമ്പോൾ പോലും അത് പിടിച്ചു കൊണ്ടുപോകാനുള്ള മനസ്ഥിതി പോലും ഇവിടുന്ന് കാണിച്ചിട്ടില്ല. സർവകലാശാലയ്ക്കകത്തുള്ള കാടുകൾ വൻതോതിൽ വെട്ടിത്തെളിച്ചതോടെയാണ് പാമ്പുകൾ കൂട്ടത്തോടെ ഹോസ്റ്റലിലും ക്യാമ്പസിലും കയറാൻ തുടങ്ങിയത്. ഇതേ തുടർന്ന് നിരവധി തവണ വിദ്യാർത്ഥികൾ പരാതി നൽകിയെങ്കിലും സർവകലാശാല അധികൃതർ നടപടി സ്വീകരിച്ചില്ല. പാമ്പുകടിയേറ്റ PhD വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ശ്വേത ഷാജി, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.